എന്തുകൊണ്ടാണ് ചോദിക്കാതെ തന്നെ തങ്ങളുടെ ഖജനാവിലേക്ക് പണം വന്ന് വീഴും എന്നുള്ള ധൈര്യം അവർക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കെ എം ഷാജഹാൻ താങ്കൾ പറയുന്നത് വോട്ട് മാത്രം കൊടുത്താൽ പോരാ. അപ്പോൾ ആ നിലയിൽ തെരഞ്ഞെടുപ്പാണ് പണം ഉണ്ടാക്കുന്നതിനുള്ള 3.5 ലക്ഷം പോസ്റ്റർ അദ്ദേഹം അടിച്ചു. ഇത് ആരാണ് കയ്യിൽ നിന്ന് കാശ് കൊടുത്തതെന്ന് അറിയില്ല. അവനറിയാം ഇടത് വന്നാൽ എങ്ങനെ നയം വളച്ചൊടിക്കും. അപ്പോൾ ഇയാൾ ഈ തുക എന്നോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്തംഭിച്ചു പോയി. പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കെ എം ഷാജഹാൻ സാറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. സാർ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സാർ ഒരു വീഡിയോയിലൂടെ ആളുകളോട് സാറിനെ സാമ്പത്തികമായി സഹായിക്കണം എന്ന് പറഞ്ഞു. സാമ്പത്തികമായി മാത്രമല്ല, എല്ലാ തരത്തിലും സഹായിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ സാമ്പത്തികമായി സഹായിക്കണം എന്നുള്ളതിനാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടികളൊന്നും അത്തരത്തിലുള്ളൊരു അപ്പീൽ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മറ്റു പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ബക്കറ്റ് പിരിവൊക്കെ നടത്തുമെങ്കിൽ പോലും ഇലക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ പൊതുജനങ്ങളുടെ അടുത്ത് പണം പിരിക്കാറില്ല. അപ്പോൾ സാധാരണ പാർട്ടിക്കാർക്ക് വോട്ട് മാത്രം കൊടുത്താൽ മതി, പണം വേണ്ട, പണം വേണമെങ്കിൽ അവർ ഇങ്ങോട്ട് കൊടുക്കും എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ളത്. അപ്പോൾ സാർ എങ്ങനെയാണ് ഇത് കാണുന്നത്? കാരണം എന്തുകൊണ്ടാണ് പണം ആളുകൾ കൂടി നിങ്ങൾ സഹായിക്കണം അല്ലെങ്കിൽ പണം കൂടി തരണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം? അല്ല, എനിക്ക് തോന്നുന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. അതായത് ഭയങ്കര ഒരു വൈരുദ്ധ്യാത്മകതയോ അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷനാണ് ഏറ്റവും കൂടുതൽ പൈസ വേണ്ടി വരിക. ഇപ്പോൾ ഞാൻ കേട്ടെടുത്തോളം 75 ലക്ഷം രൂപ ലോക്സഭാ മണ്ഡലത്തിൽ ചിലവഴിക്കാവുന്നത് ഇപ്പോൾ 95 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്കറിയാം 95 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല, പീനട്സ് ആണെന്ന് നമുക്കറിയാം. എത്ര കോടി ശതകോടികളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പിൽ ചിലവഴിക്കുക, ഇങ്ങനെ കള്ളക്കണക്കുണ്ടാക്കുക, ഇതെല്ലാം നമുക്ക് എല്ലാം പച്ചയായി അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ രതീഷ് ഇപ്പോൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പണത്തിന് ആവശ്യം വരിക. പക്ഷേ ആ പണത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളോട് പണം തന്ന് സഹായിക്കണം എന്ന ഒരു കോള് നടത്താറില്ല എന്നുള്ളത് ഒരു ഭയങ്കര കോൺട്രഡിക്ഷനാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഒരു പ്രക്രിയയ്ക്ക് ആ ഒരു പ്രക്രിയ നടക്കുമ്പോൾ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയും തങ്ങൾക്ക് പണം തരണം എന്ന് ജനങ്ങളോട് ചോദിക്കാറില്ല എന്ന് പറയുന്നതിനകത്തു തന്നെ അതിൻ്റെ കള്ളത്തരം കിടപ്പുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോഴാണല്ലോ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങൾ പണം തരണം എന്ന് പറയും. അതവർ ചോദിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെയുള്ള കള്ളത്തരം എന്താ രതീഷേ? തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും അളവറ്റ തോതിലുള്ള പണം ചോദിക്കാതെ തന്നെ തങ്ങളുടെ ഖജനാവിൽ വന്ന് നിറയും എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ അത് ചോദിക്കാത്തത്. അപ്പം അതിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ ഒരു വിഷയം എന്താ? എന്തുകൊണ്ടാണ് ചോദിക്കാതെ തന്നെ തങ്ങളുടെ ഖജനാവിലേക്ക് പണം വന്ന് വീഴും എന്നുള്ള ധൈര്യം അവർക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നയപരമായി രാഷ്ട്രീയ പാർട്ടികൾ നിക്ഷിപ്ത താല്പര്യക്കാർക്കും സ്വാർത്ഥ താല്പര്യക്കാർക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നുള്ള ഉറപ്പ് അവർക്ക് രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നതിന് ബദലായിട്ടാണ് അവർ ചോദിക്കാതെ തന്നെ അവരുടെ ഖജനാവിൽ കൊണ്ടുവന്ന് പണം നിറയ്ക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഞാനൊരു വ്യത്യസ്തനാകുന്നത്. കാരണം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജനങ്ങളോട് പണം ആവശ്യപ്പെടുന്ന ഒരുപക്ഷെ ഏക സ്ഥാനാർത്ഥി ഞാനായിരിക്കുമെന്ന് വരെ എനിക്ക് തോന്നുന്നു. വേറെ ആരും അങ്ങനെ ചോദിച്ചതുവരെ കേട്ടിട്ടില്ല, മുഖ്യധാര പാർട്ടികളും ചോദിക്കുന്നില്ല. അവിടെയാണ് ഞാൻ വ്യത്യസ്തനാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാട്ടർ ഷെഡാണ് ഈ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മത്സരിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല, ജീവിക്കാൻ പോലും ദുരിതം അനുഭവിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ പെൻഷൻ പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായും ഞാൻ നടത്തുന്ന ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ എന്നെ സഹായിക്കണം എന്ന് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളൂ. ആ ഒരു ദൗത്യമാണ് ഞാൻ നിർവഹിച്ചിരിക്കുന്നത്. ആ ദൗത്യം ഞാൻ നിർവഹിച്ചിരിക്കുന്നതിൽ നിന്ന് തന്നെ ഞാനും ഈ പ്രഖ്യാപിത രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുലർത്തുന്ന വ്യത്യസ്ത സമീപനത്തിൻ്റെ
ഒരു പരിച്ഛേദമാണ് ആയിട്ടാണ് ഞാൻ പിന്നെ ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് പൈസ തരണം എന്നാവശ്യപ്പെട്ടത്. ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ചിരി വന്നു തുടങ്ങിയതിൻ്റെ കാര്യം, ഈ കഴിഞ്ഞ തവണ ഇപ്പോൾ ഇന്നലെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ്റെ പുത്രിയാണ്, അവർ നടത്തിയിട്ടുള്ളൊരു വലിയ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വാഹനവ്യൂഹത്തിൽ, അതായത് രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ പ്രചരണത്തിന് വന്നപ്പോൾ അവർ സ്ഥാനാർത്ഥിയാണ്, പക്ഷേ ആ സ്ഥാനാർത്ഥിയായിട്ടുള്ള അവർ അതിനകത്ത് കയറുന്നതിന് വേണ്ടി DCC പ്രസിഡന്റ്, അതായത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് 22 ലക്ഷം രൂപ മേടിച്ചു എന്നാണ്. പിന്നീട് അവർ പറഞ്ഞേക്കുന്നത് കൂടാതെ KPCCക്ക് അവർ 12 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ 22 ലക്ഷം രൂപ ഒരു വണ്ടിയിൽ കയറി ഒന്ന് കറങ്ങാനും അതുപോലെ കുറച്ച് കൂട്ടുകൂടുതൽ കിട്ടുമെങ്കിൽ അതിന് വേണ്ടിയിട്ടും അതുപോലെ 12 ലക്ഷം രൂപ KPCCക്ക് കൊടുത്തൊരു സ്ഥലത്താണ് KM ഷാജഹാൻ താങ്കൾ പറയുന്നത് വോട്ട് മാത്രം കൊടുത്താൽ പോരാ, പകരം ഞങ്ങൾക്ക് പണവും കൂടി തന്ന് സഹായിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പിന്നെയും ചോദിക്കുകയാണ്. ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ പത്മജ വേണുഗോപാൽ എന്താണ് പുറത്ത് പറഞ്ഞത്? രാഹുൽ ഗാന്ധി വരുന്ന വണ്ടിയിൽ കയറാൻ 22 ലക്ഷം രൂപ. ഇത് ശരിക്കും ഞാനും നേരത്തെ കേട്ടിരുന്നതാണ് കേട്ടോ. അവരുടെ പ്രശ്നം അതായിരുന്നു, അവർ 22 ലക്ഷം രൂപ കൊടുത്തിട്ട് പോലും അവരെ വണ്ടി കയറ്റിയില്ല. അതുപോലെ തന്നെ DCCക്ക് അവരങ്ങോട്ട് പണം കൊടുക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ളൊരു ഒരു 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 വലിയൊരു ഒരു അബ്സേർഡിറ്റി, നമ്മൾ ഈ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ്, അസംബന്ധ നാടകങ്ങളുടെ രംഗവതി എന്നൊക്കെ പറയുന്ന പോലെ, കോൺഗ്രസിൻ്റെ ഒരു സമുന്നത നേതാവ് വരുമ്പോൾ അയാളുടെ വണ്ടിയിൽ കയറാൻ 22 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന്. രണ്ട്, അവർ DCCക്കും ഇത്രയും കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്നുണ്ട് രതീഷേ, ഏതാണ്ടൊരു 30 ലക്ഷത്തിലധികം രൂപ അവർ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അവർ ചെലവഴിച്ചതായി അവർ പരസ്യമായി പറയുകയാണ്. നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ആരാ? പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കരുണാകരൻ്റെ മകൾ. അതിനപ്പുറത്തേക്ക് ഇപ്പം കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ അയാളെ കുറച്ച് വ്യത്യസ്തനാണ്. അയാൾ കുറേ സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്, MP ആയിട്ടിരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അയാൾക്കൊരു വരുമാനമൊക്കെ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഇപ്പം മത്സരിക്കുന്ന ഒരു പിന്നെ നേതാവ് 15 കോടി രൂപ മലപ്പുറത്ത് കൊണ്ടുവന്ന് പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് വേറൊരു നേതാവ് തന്നെ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ അത് വേണം, വിശ്വാസയോഗ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരുപാട് തവണ മത്സരിച്ച് കേട്ടിട്ടുള്ള ഒരു നേതാവാണ്, മനസ്സിലായി. പക്ഷേ പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ആരാ? പത്മജ വേണുഗോപാൽ മത്സരിച്ച് തോറ്റ ചരിത്രമേ പത്മജ വേണുഗോപാലിനുള്ളൂ. പത്മജ വേണുഗോപാലിന് പ്രത്യേകിച്ച് യാതൊരു വരുമാനമുള്ള ഒരു നേതാവായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ആ വരുമാനം ഇല്ലാത്ത നേതാവ് പോലും 30-32 ലക്ഷം രൂപ 2 അവസരങ്ങളിലായി കൊടുത്തതിൻ്റെ കണക്ക് പുറത്ത് പറയുകയാണ് ഒരു വരുമാനമില്ലാത്തൊരു വനിത, മനസ്സിലായി. അപ്പം നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ പണത്തിൻ്റെ ഒരു സ്വാധീനം എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ കാണണം. ഇനി വേറൊരു സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച അവസരത്തിൽ അതിൻ്റെ ക്ലൂ ഞാൻ തന്നു കഴിഞ്ഞാൽ കൃത്യമായി അറിയപ്പെടും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അയാൾ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഒരു വലിയ പണക്കാരനോട് 2.5 കോടി രൂപ ചോദിച്ചു. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് പോലും 2.5 കോടി രൂപ ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരിച്ചു തരാം എന്നാണ് പറയുന്നത്, മനസ്സിലായി. അപ്പോൾ ആ നിലയിൽ അതിഭീകരമായി പണത്തിൻ്റെ ദുസ്വാധീനം നടമാടുന്ന ഒരു രംഗമാണ് തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷാജാനെ ഈ പറഞ്ഞതുപോലെ ഈ ബൂത്തുകളൊന്ന് ചലിക്കണമെങ്കിൽ ഒരു ബൂത്തിന് ഒരു 25 ലക്ഷം രൂപ 30 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുന്നവരുണ്ട്, പരസ്യമായി തന്നെ പറയുന്നവരുണ്ട്, മനസ്സിലായി. അപ്പോൾ ആ നിലയിൽ തിരഞ്ഞെടുപ്പാണ് പണമുണ്ടാക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനിതൊക്കെ പറയുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് അതൊക്കെ തള്ളിക്കറി വരുന്നത്. 2006 തെരഞ്ഞെടുപ്പിൽ VSൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നടത്തിയ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ജീപ്പിൽ പോകുമ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു. ഐ സ്പീക്കിംഗ് ടു മിസ്റ്റർ ഷാജാൻ? ഞാൻ പറഞ്ഞു യെസ്. ഞാൻ ചോദിച്ചു ഹു ആർ യു എന്ന് ചോദിച്ചു. വണ്ടിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കുത്തകയാണ്, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ടൊരു കുത്തക. ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പേര് മനസ്സിലായി പോകുന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഞാൻ ചോദിച്ചു എന്താണ് വിഷയം? അല്ല, വി വോണ്ട് ടു ഗീവ് സം മണി ടു മിസ്റ്റർ VS അച്യുതാനന്ദൻ. ഞാൻ പറഞ്ഞു അങ്ങനെ VS അച്യുതാനന്ദൻ അങ്ങനെ പൈസ മേടിക്കുന്നതായിട്ട് എനിക്ക് വലിയ അറിവില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതെന്നറിയോ, സർ വി ഹാവ് ഗിവൺ മണി ടു എവ്രി അതർ പൊളിറ്റിക്കൽ ലീഡർ.
we have given itra paisa, we have given to the AKG center, we have given to Pinarayi sir, we have given to this person, that person. ഒരു 3-4 നേതാക്കന്മാരുടെ പേര് പറഞ്ഞു. But the only political leader which we couldn't give money is Mr. V.S. Achuthanandan. And we have come to understand that V.S. Achuthanandan is going to be the chief minister. So we want to give him money. മനസ്സിലായോ? അപ്പോൾ പച്ച പരസ്യമായി എല്ലാവർക്കും ഞങ്ങൾ പൈസ കൊടുക്കുകയാണ്, അതുകൊണ്ട് വി എസ് അച്യുതാനന്ദന് ഞങ്ങൾക്ക് പൈസ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു വി എസ് അച്യുതാനന്ദൻ അങ്ങനത്തെ ആളല്ല, വി എസ് അച്യുതാനന്ദൻ അത് വേണ്ട. അപ്പം തറലി ഷോക്ക്ഡാണ്, മനസ്സിലായി. അപ്പം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ എത്ര കോടി രൂപയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിതൊക്കെ ഓർമ്മ വരുന്ന അത്ഭുതം. ഞാൻ ഒരു ചാനൽ ചർച്ച പോകുന്നതിന് തൊട്ട് മുമ്പ് എന്നെ ഒരു BJP നേതാവ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഷാജാനെ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ട പണത്തിൻ്റെ ഒരു തുക എന്നോട് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ തല കറങ്ങി, തല പെരുത്തു പോയി. കാരണം വെച്ചാൽ നമ്മളൊരു 10 ലക്ഷം രൂപ പോലും ഒരുമിച്ച് കാണാത്തൊരു മനുഷ്യനാണ് ഞാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇയാൾ ഈ തുക എന്നോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് സ്തംഭിച്ചു പോയി. ഒറ്റ കാര്യമുള്ളൂ, പിന്നെ ഒരു 3 അക്ക തുകയാണ്, അതിന് മുകളിലോട്ടാണ്. അത്രയുമാണ് BJP ഇവിടെ ചെലവഴിച്ചത് എന്ന് ആ BJPയുടെ നേതാവ് തന്നെ എന്നോട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ 3 അക്കത്തിൽ കൂടുതൽ തുക ചെലവഴിച്ചിട്ടും ആന മൊട്ടയാണ് കിട്ടിയത് എന്ന് ഷാജാൻ ചാനലിൽ പറയണം എന്ന് BJPയുടെ ഒരു നേതാവ് തന്നെ എന്നോട് പറയുകയാണ്. ഇപ്പം രതീഷ് പറഞ്ഞല്ലോ 95 ലക്ഷം രൂപയായിരുന്നു. മിനിമം 4-5 കോടി രൂപ ഏത് പാർട്ടിക്കാരനാണ് ചെലവഴിക്കാത്തത്? അപ്പോൾ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖജനാവ് നിറയ്ക്കാനും അവരുടെ പള്ള വീർപ്പിക്കാനുമുള്ള ഒരു വലിയ അവസരമാണ്. ഞാൻ പണ്ട് കാലത്ത് തന്നെ ഞാൻ കേട്ടിട്ടുള്ളതെന്ന്, ഇപ്പോൾ വയലാർ രവിയൊക്കെ മത്സരിക്കും, വയലാർ രവിയൊക്കെ മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാലും പിന്നെ കവറിനകത്ത് പൈസ വന്നുകൊണ്ടിരിക്കുന്ന അന്ന് ഈ പോസ്റ്ററൊക്കെ അല്ലേ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. അല്ല, ഈ പണം കൊടുക്കുന്നവർ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ നേതാവിന് പണം കൊടുക്കുന്നവർ ആ പണം വെറുതെ ആരും കൊടുക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ജയിച്ചു വരികയും ഭരണത്തിലേറുകയും ഒക്കെ ചെയ്തതിന് ശേഷം അത് പലപ്പോഴും ഈ ജനങ്ങൾക്ക് കിട്ടേണ്ട പണം തന്നെ കൊള്ളയടിക്കുകയും അതിൻ്റെ ഒരു വിഹിതം കൃത്യമായി അവർക്ക് കിട്ടുകയും അല്ലെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി കിട്ടുകയും ചെയ്യും എന്ന് വളരെ ഉറപ്പുള്ളതായതുകൊണ്ടാണല്ലോ ആളുകൾ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്ന് പണം കൊടുക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഇവിടെ പലപ്പോഴും നമുക്കറിയാലോ, ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത ചില പാർട്ടികൾ മൂന്നാമതൊക്കെ ആയിട്ട് മത്സരിക്കാറുണ്ട്. പേരൊന്നും പറയുന്നില്ല, പക്ഷേ ആ പാർട്ടികൾ പോലും മത്സരിക്കാൻ വേണ്ടി ഇടിയാണ്. കാരണം മത്സരിക്കാൻ വേണ്ടി ഇടിയാവുന്നതിൻ്റെ കാര്യം, മത്സരിച്ചാൽ ഒരൊറ്റ 2 മാസം കൊണ്ട് കോടികൾ ഉണ്ടാക്കാം. കാരണം അവർക്കത് മുഴുവൻ ചിലവാക്കേണ്ട കാര്യമില്ല, ആ കോടികൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സാർ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ജയസാധ്യതയില്ലാത്ത കാൻഡിഡേറ്റ് എന്നെ പോലും പകരം നമുക്കറിയാം 2 മാസം വലിയ ഹെർക്കുലിയ ടാസ്ക്കാണ്, ആളുകളെ കാണണം, പലപ്പോഴും നമ്മുടെ വ്യക്തിത്വം പണം വെച്ചുകൊണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ തൊടണം, കുമ്പിടണം, അവരോട് വളരെ വിനയത്തോടെ സംസാരിക്കണം, എല്ലാവരെയും പ്രീതിപ്പെടുത്തണം. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ആളുകൾ വരുന്നത് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാക്കാവുന്ന ഒരു പണത്തിൻ്റെ കാര്യം കണ്ടുകൊണ്ടാണ്. അല്ല, അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം, ഒരു ജയസാധ്യതയും ഇല്ലാത്ത സ്ഥാനാർത്ഥിക്ക് പണം കിട്ടണം എന്ന് നിർബന്ധമില്ല. അതല്ലെങ്കിൽ ഒരു ജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥിക്ക് പണം കിട്ടണമെങ്കിൽ അവൻ്റെ കയ്യിൽ വേറെ എന്തെങ്കിലും ഒരു വജ്രായുധം ഉണ്ടാവണം. ഇപ്പോൾ ജയിച്ചില്ലെങ്കിലും പാർട്ടി കേന്ദ്രത്തിലൊക്കെ അധികാരത്തിലൊക്കെ വേറെ എവിടെയെങ്കിലും അല്ലല്ല, ഞാൻ പറഞ്ഞത് അതൊന്നും, ഞാൻ പറഞ്ഞത് അതിലേക്ക് ഞാൻ വരാൻ പോവാ. ഇനി അതൊന്നും ഇല്ലാത്തവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ചെറിയ പോലെ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്യാൻ കഴിയുന്ന കെൽപ്പുള്ള ആളായിരിക്കണം. ചിലപ്പം എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാവണം, ആ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നൊക്കെയുള്ള ഭയം ഉണ്ടാവണം. അങ്ങനെയൊക്കെ ആണ് സാധാരണ ഈ ജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥി. പക്ഷേ ഇവിടെ എന്താണ് രതീഷ്, ഇവിടെ 3 മുന്നണികളുണ്ട്. അതിലൊരു മുന്നണി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, 2 UDF, 3 BJP ആണല്ലോ. ഈ 3 മുന്നണിക്കും ജയസാധ്യതയുണ്ട്. 3 മുന്നണിക്കല്ല, 2 മുന്നണിക്കും ജയസാധ്യതയുണ്ട്. 3ാമത്തെ മുന്നണിയുടെ കാര്യം ഞാൻ വേറെ പറയാം. അതിൽ CPM എന്ന് പറയുന്ന ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആ മുന്നണിക്ക്, പ്രത്യേകിച്ച് CPMന് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ചാകരയാണ്. ചാകരയെന്ന് പറഞ്ഞാൽ അതിഭീകരമായി ഖജനാവ് നിറയ്ക്കാനുള്ള ഒരവസരമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇപ്പം പാറമട ലോബി, പാറമടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? 100% ലാഭമാണ്. നിങ്ങൾ 5 മീറ്റർ താത്തുമെന്നും പറഞ്ഞ് പിന്നെ ഇത് പെർമിഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 50 മീറ്ററാണ് താഴ്ത്തുന്നത്. നിങ്ങൾ ഒരു ലോറിയിൽ പിന്നെ ഇത്ര കൊണ്ടുപോകാനുള്ളത് അതിൻ്റെ 10 ഇരട്ടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ 100% ലാഭമുള്ള പാറമട മേഖല. കേരളത്തിൽ 10,000-ഓളം പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ട്.
ഏതാണ്ട് 2000-3000 പാറമടകൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. അപ്പോൾ അവരിൽ നിന്നൊക്കെ മേടിക്കുന്ന പണത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. 1000, 1500, 2000 കോടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതുപോലെ ഒരു പിടി നിക്ഷിപ്ത താല്പര്യക്കാരിൽ നിന്ന് അളവില്ലാത്ത പണം ഖജനാവിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയൊരു ഒരു അലിബിയാണ് തിരഞ്ഞെടുപ്പ്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കണ്ടല്ലോ, വെച്ചാൽ പിന്നെ ശതകോടികൾ ഇപ്പം തന്നെ പമ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ആലപ്പുഴയിൽ കൂടെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കടന്നു വന്നപ്പോഴത്തേക്ക് ഈ ആരിഫ് എന്ന് പറഞ്ഞ ആളുടെ പിന്നെ പോസ്റ്ററും സാധനമൊന്നും ഇല്ലാത്തത് നമ്മളൊരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. മറുഭാഗത്ത് കോൺഗ്രസിനും വലിയ ജയസാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എല്ലാ കാലത്തും നല്ല ജയസാധ്യതയുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് അവർക്കും നല്ല രീതിയിൽ പണക്കാരൻ പൈസ കൊടുക്കും. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം നാളെ അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യതയും കൂടെയുള്ള ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായും അത് രണ്ടും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ രണ്ട് മുന്നണികൾക്കും നല്ലപോലെ നിശ്ചിത താല്പര്യക്കാർ പണം കൊടുക്കും. എന്നാൽ ഇവിടെ ഇപ്പോൾ എന്താണ്, BJP-യുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ മുന്നണിയും കൂടെ ഉണ്ട്. ആ മുന്നണിയുടെ കാര്യം വരുമ്പോഴാണ് രതീഷ് പറഞ്ഞതിലേക്ക് നമ്മൾ വരുന്നത്. ജയസാധ്യത ഒട്ടുമേ ഇല്ല, എന്നാൽ പോലും ആളാവറ്റ പണം അവരുടെ ഖജനാവിലേക്ക് എത്തും. അതിന് രണ്ട് കാരണമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, കേന്ദ്ര ഭരണ പാർട്ടിയാണ്. കേന്ദ്ര ഭരണ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. എന്ന് മാത്രമല്ല പല്ലിനകമുള്ള പാർട്ടിയാണ്. അന്വേഷണ ഏജൻസികൾ ED മുതലുള്ള സാധനങ്ങൾ നിൽക്കുകയാണ്, SFI മുതലുള്ള സാധനങ്ങൾ നിൽക്കുകയാണ്. സ്വാഭാവികമായും പിന്നെ നിക്ഷിപ്ത താല്പര്യക്കാരും കച്ചവടക്കാരും അവരെ ഭയപ്പെടും. ഖജനാവ് തുറന്നു വെച്ച് കൊടുക്കും. അതിനകത്ത് നിന്ന് കൈയിട്ട് വാരിക്കൊണ്ട് പോകാനുള്ള അവസരം BJP-ക്ക് കൊടുക്കും. ഇനി BJP നേതാക്കന്മാർക്കുള്ള വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഒരു 5 കോടി 10 കോടി രൂപയെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് വരും. മനസ്സിലായില്ലേ? അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം രതീഷ്, എനിക്ക് ബന്ധമുള്ള ആളിൽ നിന്നൊക്കെ എനിക്കറിയാമെന്ന് വെച്ചാൽ ജയിക്കില്ല, ഷാദാനെ ജയിക്കാനുള്ള സാധ്യതയില്ല. ഇനി ഭാവിയിലും ജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കിട്ടാവുന്നിടത്തുനിന്ന് ഇത് മേടിക്കുക. A ക്ലാസ് മണ്ഡലത്തിന് 5 കോടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പണം വരുന്നത്. അധികം ചിലവാക്കും വേണ്ട. ഇപ്പം തന്നെ പല മണ്ഡലങ്ങളിലും ജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തന്നെ നെട്ടോട്ട് ഓടുന്ന അവസ്ഥയാണ്. സുരേഷ് ഗോപി ഇപ്പം തന്നെ ഇട്ടോട്ട് പോകുന്നുള്ളൊരു നിലയിൽ അവിടെയൊക്കെ വരാൻ പോണ പണത്തിൻ്റെ അളവെന്താണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വലിയ മന്ത്രി നിൽപ്പുണ്ട്, അതിലൊക്കെ വലിയ തോതിൽ പണം ഒഴുകാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിശ്ചിത താല്പര്യക്കാരന് കിട്ടുന്ന പണം, അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ ലോട്ടറി അടിച്ചിട്ടുള്ളത് BJP ആണെന്ന് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് നിക്ഷിപ്ത താല്പര്യക്കാരിൽ നിന്ന് ഒരു വശത്ത് നിന്ന് പണം കിട്ടും, മറുവശത്ത് നിന്ന് കേന്ദ്രത്തിൽ നിന്നും വലിയ തോതിൽ പണം വരും. പിന്നെ അവരുടെ വേറൊരു പ്രത്യേകത എന്താണ്, അതിനകത്ത് BDJS എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അത് പച്ചയ്ക്ക് പൈസ കൊടുത്ത് 4 കോടി 5 കോടിയൊക്കെ ഉള്ളവൻ. പിന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കണ്ടു, അത് ഇടുക്കി സീറ്റിന് വേണ്ടി 5 കോടി വേണം, അതിൽ 2 കോടി ഇപ്പോൾ തരണം, ബാക്കി 4 കോടി പച്ചയ്ക്ക് വിൽക്കുക. കാരണം വെച്ചാൽ ജയിക്കില്ല എന്നുള്ളതറിയാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ പൊതുവിലുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ചാകരയാണ്. ഇപ്പോൾ BJP-യുടെ തന്നെ എത്ര പിന്നെ ഇടനില നേതാക്കന്മാരൊക്കെയാണ് കോടീശ്വരന്മാരായിട്ടുള്ളത്. പേരുകൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. പല BJP നേതാക്കന്മാരുടെയും പോസ്റ്ററുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഭയങ്കര വെച്ചാൽ ഈ പോസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ TN പ്രതാപൻ തന്നെ തൃശ്ശൂർ മത്സരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം ആലോചിച്ചിട്ട് 3.5 ലക്ഷം പോസ്റ്റർ അദ്ദേഹം അടിച്ചു. ഇത് ആരാണ് കയ്യിൽ നിന്ന് കാശ് കൊടുത്തതെന്ന് അറിയില്ല. സാധാരണ അങ്ങനെ കാശ് കൊടുത്ത് അടിച്ചതിന് ശേഷം മത്സരരംഗത്ത് നിന്ന് പിന്മാറേണ്ടി വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷേ ആ പോസ്റ്ററിൻ്റെ കാശ് പോയെങ്കിലും. പക്ഷെ അതുപോലും ഉണ്ടായില്ല. വളരെ സന്തോഷത്തിലാണ് പുള്ളി ഉമ്മ കൊടുക്കുന്നത്, അവിടെ ഇത് പെയിൻ്റ് അടിക്കുന്നത്, മുഖം ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ലാതായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തെ ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ടുകൾ. അതായത് താങ്കളുടെ കയ്യിൽ ഇലക്ട്രൽ ബോണ്ടൊന്നുമില്ല, പകരം ആളുകൾ പണവും കൂടി തന്നേ പറ്റൂ എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന് തന്നെ നമ്മൾ കണ്ടല്ലോ. എന്നുവെച്ചാൽ മറഞ്ഞു നിന്നുകൊണ്ട് എത്ര പരശതം കോടികൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൊടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാധനമായിരുന്നു ബോണ്ട്. ഇപ്പോൾ തൃശ്ശൂരത്തെ കാര്യം രതീഷ് പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഇപ്പോൾ TN പ്രതാപൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അയാൾ 3.5 ലക്ഷം പോസ്റ്റർ അടിക്കുന്നു. അയാൾ ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ്ട് 1.5-2 മാസം മുമ്പ് തുടങ്ങി. അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അനിലക്കര ഓരോ ദിവസവും എനിക്ക് 2-3 പോസ്റ്റുകൾ ഷെയർ ചെയ്യുമായിരുന്നു. ആരുടെ ഈ പിന്നെ TN പ്രതാപൻ അവിടെ പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു. ചില ഇതാണല്ലോ പണി, മനസ്സിലായോ? ദിവസവും ഇടുമായിരുന്നു. അപ്പോൾ 3.5 ലക്ഷം പോസ്റ്റർ അടിച്ചു. 3 ലക്ഷം പോസ്റ്റർ അടിച്ച്
ഒരു 25% രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പടയെന്നങ്ങ് പിന്മാറുകയാണ്, ഒരു പ്രയാസവും ഇല്ലാതെ. അതും കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇതുപോലെ പിന്മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പിന്നെ ആശയക്കുഴപ്പവും പ്രയാസമൊക്കെ നമ്മൾ പരസ്യമായി കാണുന്നുള്ളൂ. പക്ഷേ ടി എൻ പ്രതാപന് ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ് രതീഷ്? ഇതെല്ലാം കാണിക്കുന്നത് പണത്തിൻ്റെ ഒരു സ്വാധീനമാണ്. ആ സ്വാധീനം അതിൻ്റെ പരകോടിയിലാണ് ഇപ്പോൾ. കാരണം എന്താണ്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിയന്ത്രിക്കുന്നത് പണക്കാരനാണ്, ശതകോടീശ്വരനാണ്. അവനറിയാം ഇടത് വന്നാൽ എങ്ങനെ നയം വളച്ചൊടിക്കും, അതവന് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ നയം വളച്ചൊടിച്ച് അവൻ്റെ കക്ഷത്തിൽ ഒടിച്ച് വെച്ച് കൊടുക്കാൻ പറ്റുന്നവനാണ് UDF എന്നുള്ളതും അവനറിയാം. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളതുകൊണ്ട് BJPയും പണം മേടിച്ചു കഴിഞ്ഞാൽ വളച്ചൊടിക്കും എന്ന് നമുക്കറിയാം, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 രാഷ്ട്രീയ പാർട്ടികളും ഒരു നിശ്ചിത താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള എൻ്റെ വാദഗതി കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിൽ. അവിടെയാണ് ഞാൻ വ്യത്യസ്തനാവുന്നത്. അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫണ്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് ജനങ്ങളോട് ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. ഇനി അങ്ങനെ അല്ലാതെ ഏതെങ്കിലും കോർപ്പറേറ്റുകളുടെ അടുത്ത് നിന്ന് നമ്മൾ സമീപിച്ചാൽ തന്നെ അതിനകത്തൊന്നും നമുക്ക് യാതൊരു വിട്ടുവീഴ്ചയും നമുക്കുണ്ടാവില്ല. നമ്മളത് അങ്ങനെ ചെയ്താൽ തന്നെ അത് വളരെ സുതാര്യമായിട്ട് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ നമ്മൾ മേടിക്കുകയുള്ളൂ. നയങ്ങൾ സംബന്ധിച്ചൊന്നും നമുക്കൊരു വിട്ടുവീഴ്ചയില്ല. ആ വിട്ടുവീഴ്ചയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല, വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് താങ്കൾ പണം തരണം എന്ന് തന്നെയാണ് വീണ്ടും. അല്ല, അതുകൊണ്ട് തന്നെ ജനങ്ങളോട് പണം ഒന്ന് ചോദിച്ചു. ആ ജനങ്ങളോട് ഇനിയും പണം ചോദിക്കാൻ നമുക്കുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നയത്തിനൊരു മാറ്റം ഉണ്ടാക്കി തരാം, നിങ്ങൾ പണം തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പണം മേടിക്കാൻ കഴിയില്ല. പിന്നെ മേടിക്കലാണെങ്കിൽ എളുപ്പമാണ്. പക്ഷേ അതെ, അങ്ങനെ പണം മേടിക്കാത്തത് കൊണ്ടാണല്ലോ ഞാനായി ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ UDF അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ BJP ആയി മാറണമല്ലോ. ഒന്ന്. 2, രതീഷ് മനസ്സിലാക്കേണ്ടത്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ പേര് പ്രതിപക്ഷം എന്നാണ്. അത് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന പല യൂട്യൂബ് ചാനലുകളിൽ ഒന്നാണ്. സ്വാഭാവികമായും ആ യൂട്യൂബ് ചാനലിലൂടെ എനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് കോടികൾ ഉണ്ടാക്കാം, മനസ്സിലായില്ലേ? കാരണം നമ്മൾ ഈ യൂട്യൂബ് ചാനലുള്ള നമ്മൾ ഏത് നിശ്ചിത താല്പര്യക്കാരനടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവൻ അപ്പം പണം നമുക്ക് തരും. കാരണം എന്താണ്? നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നാളെ അവനെതിരെ വല്ലതും വിളിച്ചു പറയുമോ എന്നുള്ള സംശയം അവനുണ്ടാവും. പക്ഷേ KM ഷാജഹാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്രയും ആളുകൾ കാണാനുള്ള കാരണം എന്താണ്? ഞാനിങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസമുള്ളതുകൊണ്ടാണ്, മനസ്സിലായി. അപ്പം ആ വിശ്വാസം ഞാൻ അർപ്പിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ട് എന്നെ നിലനിർത്തിയിട്ടുള്ള എൻ്റെ പ്രേക്ഷകരിലാണ്. ആ പ്രേക്ഷകരോട് ഞാൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ആ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ പോരാട്ടം ശക്തിപ്പെടുത്താനും നിശ്ചിത താല്പര്യക്കാർക്കെതിരെയും സ്വാർത്ഥ താല്പര്യക്കാർക്കെതിരെയുള്ള എൻ്റെ പോരാട്ടം അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം? ഒരു മിനിറ്റ്. ചോദിക്കാൻ കാരണം എന്താ? ഞാൻ ഈ നടത്തുന്ന പോരാട്ടത്തിൽ എന്നെ പ്രേക്ഷകർ പിന്തുണച്ചുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്രയും ആളുകൾ കാണുന്നതിലേക്ക് മാറിയിട്ടുള്ളത്. സ്വാഭാവികമായും എൻ്റെ ആ പോരാട്ടം അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കണമെങ്കിലും എൻ്റെ പ്രേക്ഷകരെ എന്നെ സഹായിച്ചാലേ എനിക്ക് പറ്റുള്ളൂ. വലിയ പണം ആവശ്യമുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോൾ 75 ലക്ഷം രൂപ 95 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടുത്തൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ മിനിമം കാര്യങ്ങൾ എനിക്ക് ചെയ്ത് സീരിയസ് ആയി എനിക്ക് തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകണമെങ്കിലും എന്നെ സഹായിക്കുന്ന എൻ്റെ പ്രേക്ഷകരുടെ ഒരു സോഴ്സ് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അപ്പോൾ ആ സോഴ്സിനോട് കൂടുതൽ എന്നെ സഹായിക്കണം എന്ന്, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ള എൻ്റെ പ്രേക്ഷകരോട് കൂടുതൽ എന്നെ സഹായിക്കണം എന്ന് ഞാൻ മനസ്സ് ഉരുകി ആവശ്യപ്പെടുന്നത് എൻ്റെ ആദ്യത്തെ അവസാനത്തെ സോഴ്സ് എൻ്റെ പ്രേക്ഷകരാണ് എന്നുള്ളത് കൊണ്ടാണ്, മനസ്സിലായി. അപ്പോൾ അതിൽ ഒരു വലിയ ആത്മവിശ്വാസം എനിക്കുണ്ട്. അവരുടെ ഒരു പിന്തുണയിൽ എനിക്ക് എൻ്റെ പോരാട്ടം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, വിജയകരമായി കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.